മാണിക്കച്ചിറകുള്ള മാറത്തു കോരിയുള്ള വായാടി പക്ഷിക്കൂട്ടം വന്നുപോയി. കാടൊന്നു കാണാനായി കൂടൊന്നു കൂട്ടാനായി ആകാശപ്പുഴ നീതി കുതിച്ചുപോയി. കണ്ടു മലനിര, കണ്ടു താഴ്വര, മാമരം കണ്ടേ, ചോല കണ്ടേ, ഇലകൾ കണ്ടേ, കായ്കളും തന്തിനത്താനേ താനാനേ, തന്തിനത്താനിന്നാനിന്നാനേ. കഴിഞ്ഞടാ. കണ്ടു ആകപ്പൂവിൻ കുട, കണ്ടു മണിയിലങ്ങി തറകളും, മാനോടുന്നുണ്ടേ തേൻ കൂടുമുണ്ടേ, കിളികൾ പലതുണ്ടേ. കാടേറാൻ വാ, കൂടേറാൻ വാ, കണ്ടതുമല്ല കേട്ടതല്ല കാണാക്കാനല കാഴ്ചകൾ. തന്തിനത്താനേ താനാനേ, തന്തിനത്താനിന്നാനിന്നാനേ. കണ്ടു വീശും കാറ്റിൻ വീറും, കണ്ടേ ഇരുളുലാത്തും വഴികളും, കോടമഞ്ഞുണ്ടേ പൂമനുമുണ്ടേ, തുടലി മുള്ളുണ്ടേ. കാടേറാൻ വാ, കൂടേറാൻ വാ, കണ്ടതുമല്ല കേട്ടതല്ല കാണാൻ. സാറ് അൽകുമാർ സാറ് ഒരു പരിസ്ഥിതി പ്രവർത്തനമാണ്. ഇന്നിപ്പോൾ പണി നടക്കുന്നുണ്ടോ ഇവിടെ എല്ലാം? അല്ലെങ്കിൽ ഇവിടെ എല്ലാം കരിയിലെയും അഴുക്കും പൊടിയൊന്നും കാണത്തില്ല, എല്ലാം തൂത്തത്തോർക്ക് വേണ്ടിയിട്ട്. നിങ്ങൾ എത്ര ദിവസമായി ക്ലാസ് തുടങ്ങിയിട്ട്? അത് ഇന്നൊരു ദിവസത്തെയാണ്? ഇന്ന് വൺ ഡേ ആണ്. പ്രോജക്റ്റ് തയ്യാറാക്കി ഇതിലേക്ക് വെള്ളമൊക്കെ കയ്യിലുണ്ട്. രാവിലെ കാപ്പ് കുടിക്കാത്ത ആരെങ്കിലും ഉണ്ടോ? ഉണ്ടെങ്കിൽ പറയാം. ഇഡ്ഡലി ഇവിടെ ഉണ്ടാക്കി തരാം. ഉണ്ടോ? കാപ്പ് കുടിക്കാത്ത ആരെങ്കിലും ഉണ്ടോ? കണ്ടക്ട് ചെയ്യുന്ന ആൾക്കാരതാണ്. ഞാൻ ചോദിക്കാൻ കാര്യം എന്ന് വെച്ചാൽ, പണ്ട് വെട്ടിക്കോട് സ്കൂളിൽ നിന്ന്, വെട്ടിക്കോടില്ലേ, വെട്ടിക്കോട് സ്കൂളിൽ നിന്ന് ഒരു ഗ്രൂപ്പ് കുട്ടികൾ ചെയ്യുന്നില്ല, 4 വർഷം മുമ്പ് പെട്ടെന്ന് ഒരു കുട്ടി മറിഞ്ഞു വരും. ഇങ്ങനെ ഞങ്ങളിങ്ങനെ നോക്കി വെയിൽ, അന്നൊന്ന് ചോദിച്ച് വെയിലുണ്ടായിരുന്നു. അപ്പോൾ ചോദിച്ചു വന്നപ്പോഴാണ് അവന് ആഹാരം കഴിച്ചിട്ടില്ല. കാലിൽ നോക്കിയപ്പോൾ അവന് ചെരുപ്പില്ല. അങ്ങനത്തെ ഒരു കുട്ടി ആ കൂട്ടത്തിലുണ്ടായിരുന്നു. ബാക്കിയുള്ളവർ അറിയുന്നില്ലല്ലോ. അതുകൊണ്ട് ഞാൻ ചോദിച്ചു, ആരെങ്കിലും കാപ്പ് കുടിക്കത്തില്ല? ചിലപ്പോൾ രാവിലെ അമ്മയുടെ അടുത്ത് വേണമെങ്കിൽ കാപ്പ് കുടിക്കാതൊക്കെ ഇറങ്ങിയവരൊക്കെ കാണും. വെയിൽ കൊള്ളാൻ പോകുമ്പം നല്ല സ്ട്രോങ് ആയിട്ട് ഭക്ഷണം കഴിക്കണം. ഇവിടെ ഞങ്ങൾക്ക് വരാൻ ഒരു സാധനം, ഇവിടെ കയറി കഴിഞ്ഞപ്പോൾ എന്തെങ്കിലും തോന്നിയോ? സുഖം? തണുപ്പ് തോന്നിയോ? ഒന്നും തോന്നിയില്ല. അപ്പോൾ തിരിച്ചു വരുമ്പോഴേ അത് തന്നെ പറയണം. ഇവിടെ ഓക്സിജൻ ആണ് നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്ന സ്ഥലം. ഓക്സിജൻ്റെ അളവ് കൂടുതലായിരിക്കും. അത് അങ്ങോട്ട് കയറുമ്പോൾ മനസ്സിലാവും. ചില സ്ഥലങ്ങളിൽ നമ്മൾ 22 ഡിഗ്രി സെൽഷ്യസ് ചിലയിടത്ത് 32 കാണും, അടുത്ത് 34 കാണും, 21 വരെ താഴെ വന്നിട്ടുണ്ട്. അത് നിങ്ങളെപ്പോലെ ഇതേപോലത്തെ ഗ്രൂപ്പുകാർ പറഞ്ഞാൽ പോലെ ഞാനായിട്ട് എടുത്തതല്ല. ടീച്ചേഴ്സും കുട്ടികളും തന്നെ ടെമ്പറേച്ചർ മെഷർമെൻറ്റ് ചെയ്ത് അവരുടെ സ്റ്റഡിക്ക് വരുമ്പോൾ അവർ പ്രിപ്പയർഡായിട്ട് വരും. പ്രിപ്പയർഡായിട്ട് വന്നിട്ട് മാംഗ്രോവ്സിൻ്റെ അകത്ത് കണ്ടലില്ല, ഈ കണ്ടലിനകത്ത് ടെമ്പറേച്ചർ എത്രയാണെന്ന് അറിയണമെന്ന് പറഞ്ഞ് ഒരു കുട്ടിക്ക് താല്പര്യമുണ്ടായിരുന്നു. ആ കൊച്ച് ടീച്ചറുമായിട്ട് കൂടി ഇവിടുത്തെ പല ടെമ്പറേച്ചർ അതെനിക്കൊരു ഡേറ്റ് ആയി. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അല്ല ഞാനായിട്ട് ഇതൊന്നും നടന്നിട്ടില്ല. പക്ഷേ എനിക്ക് ഫീൽ ചെയ്യാറ് എല്ലാത്തും.
ചിലപ്പോൾ ഒന്നും ഫീൽ ചെയ്യാത്ത ആൾ കുറച്ചുകൂടെ ഒബ്സർവ് ചെയ്യും. അപ്പോൾ ഇവിടെ എല്ലാം ഇങ്ങനെ ചവറൊക്കെ കിടക്കുന്നുണ്ടാകും. അല്ലെങ്കിൽ അത് ആദ്യം വരുമ്പോൾ തന്നെ നമുക്കൊരു വ്യത്യാസം. ഞാനിത് തുടങ്ങിയത് 2010-ലാണ്. ഇവിടെ 2010 ഇങ്ങോട്ട് വന്നപ്പോൾ കാട് പിടിച്ച് കിടക്കുന്ന സ്ഥലമൊക്കെ കണ്ടില്ലേ. അപ്പോൾ ആ കാട് പിടിച്ച് കിടന്ന പോലെ ഒരു 2010 ഇവിടെ വരുമ്പോൾ ഈ വീടുകളൊന്നും ഒന്നുമില്ല, വെറും ചിലപ്പോൾ ഇരിക്കാൻ സ്ഥലമില്ല, എല്ലാം കാട് പിടിച്ച് നശിച്ച് കിടക്കുന്ന ഒരു സ്ഥലം. ആ സ്ഥലത്തിനെ 15 വർഷം കൊണ്ടാണ് ഇപ്പം നമ്മൾ കാണാൻ പോകുന്നതേ ഉള്ളൂ. എന്താ ഇങ്ങനെ വർക്ക് നടക്കുന്നുണ്ടാണ് ഇവിടുത്തെ എൻവയൺമെൻറ്റിന് കിട്ടാത്ത. ഇനിയിപ്പോൾ അടുത്ത പ്രാവശ്യം വരുന്നുണ്ട്. അപ്പം ആ 15 വർഷം കൊണ്ടുണ്ടാക്കിയെടുത്ത ഒരു പരിസ്ഥിതി പുനരുജ്ജീവനമാണ്. നിങ്ങൾ കണ്ടൽച്ചെടിയിൽ ഊന്നൽ കൊടുത്തുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത് കേട്ടോ. അതല്ല എന്നുണ്ടെങ്കിൽ വേറെ ഏത് തരത്തിൽ വേണമല്ലോ, കൃഷിയിലൂടെ ആവാം, പിന്നെ ഫ്രൂട്ട് പ്ലാന്റ്സ് വെച്ചിട്ടാവാം, അതല്ലെങ്കിൽ നെൽകൃഷി, എന്ത് വേണമല്ലോ, എങ്ങനെ വേണമല്ലോ. പക്ഷെ നിങ്ങൾ കണ്ടൽ ഊന്നൽ കൊടുത്തെന്ന് ജയകൃഷ്ണൻ പറഞ്ഞതുകൊണ്ടാണ് പറയുന്നത്. ഇതുപോലുള്ള ചതുമായിട്ട് കിടക്കുന്ന സ്ഥലത്തിനെ നമുക്ക് പുനരുജ്ജീവിച്ച് ഇപ്പോൾ ഈ യുണൈറ്റഡ് നേഷൻസിൻ്റെ ഈ വർഷത്തെ ഒരു പ്രോട്ടോക്കോൾ അനുസരിച്ചിട്ടുള്ള തീരുമാനമാണ് ഭൂമിയിൽ എവിടെല്ലാം ചതുപ്പ് വേസ്റ്റ് ലാൻഡ് കിടപ്പുണ്ടോ അതിനെയൊക്കെ പുനരുജ്ജീവിപ്പിച്ചെടുക്കും. ഭാഗ്യവശാൽ നമ്മൾ 15 വർഷം മുമ്പേ ഇത് തുടങ്ങി. അതുകൊണ്ട് ഇപ്പോൾ എനിക്ക് ഭയങ്കര ഡിമാൻഡാണ്. വിളിച്ചുകൊണ്ട് പോകാം, എന്തോ ചെയ്തതെന്ന് കാണാം. പവർപോയിൻറ്റ് പ്രസൻറ്റേഷനൊന്നും ഇവിടെ പറ്റത്തില്ല. ഞാൻ മെയിൽ ചെയ്ത് വാട്സപ്പ് ചെയ്ത് തരാം. അത് വാട്സപ്പുള്ളവർക്ക് എൻ്റെ ഇവിടുത്തെ പ്രസൻറ്റേഷൻ ഗ്രൂപ്പിൽ എല്ലാവരും കാണണം കേട്ടോ. അപ്പോൾ ആ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. പ്രസൻറ്റേഷന് ഉള്ള ഒരു AC എൻവയൺമെൻറ്റൊക്കെ വേണം. എന്നാലും നിങ്ങൾ മൊബൈലിൽ നോക്കിയാൽ മതി, മൊബൈൽ എല്ലാവർക്കും ഉണ്ടല്ലോ. അപ്പോൾ അതിൽ ഷെയർ ചെയ്യുമ്പോൾ എന്തുവാണെന്നുള്ള പ്രസൻറ്റേഷനിൽ കൂടെ കിട്ടും. ബാക്കി കാര്യങ്ങളൊക്കെ പറഞ്ഞുതരും. അപ്പോൾ 15 വർഷം കൊണ്ട് നമുക്ക് പ്രകൃതിയെ തിരിച്ചു പിടിച്ച് നമ്മുടെ വേസ്റ്റ് ലാൻഡിനെ ഉപയോഗപ്രദമാക്കാം. പക്ഷെ ഞാനിവിടെ ചെയ്തപ്പോൾ ഇവിടെ വരുന്ന കുട്ടികളൊക്കെ എന്നോട് ചോദിക്കാറുണ്ടായിരുന്നു, ഈ ഇത്രയും നമ്മൾ മുടക്കി കഴിഞ്ഞാൽ ഇൻവെസ്റ്റ് ചെയ്താൽ എന്ത് കിട്ടും. അപ്പോൾ നമ്മൾ പ്രൊഡക്റ്റീവായിട്ട് മാറ്റി. ഇങ്ങനെ പ്രൊഡക്റ്റീവ് എന്ന് പറഞ്ഞാൽ എന്താ, ഉൽപ്പാദനക്ഷമതയുള്ള ഇതാക്കി മാറ്റി. വെറും പരിസ്ഥിതിയും പ്രവർത്തനം മാത്രം കൊണ്ടുവരാ പ്രോപ്പർട്ടിയിൽ നിന്ന് കാശങ്ങനെ പൊട്ടുകൊണ്ടിരിക്കും, ഒന്നും കിട്ടത്തില്ല. നമ്മൾ മണ്ടനാന്ന് പറയും. അടുത്ത കാലമല്ലേ, രാവിലെ ഇൻവെസ്റ്റ് ചെയ്താൽ വൈകിട്ട് എന്ത് കിട്ടുമെന്നാണ് ആൾക്കാർ ചോദിക്കുന്നത്. അപ്പോൾ അത് വരാതിരിക്കാനായിട്ട് പ്രൊഡക്റ്റീവാണ്. അപ്പോൾ ഇവിടെ എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഇത് ഞങ്ങൾ മീനുണ്ടാക്കുന്നു. അപ്പം മീൻ വിറ്റിട്ട് കുറേ കാശ് കിട്ടും, തെങ്ങ് വെച്ച് തേങ്ങയിൽ നിന്ന് കുറേ കാശ് കിട്ടും. പിന്നെ നിങ്ങളൊക്കെ വരുമ്പോൾ നിങ്ങളുടെ കയ്യിൽ നിന്നൊരു ഫീസ് വാങ്ങിക്കും, അതൊരു വരുമാനം. പിന്നെ കുറച്ച് അങ്ങനെ. അപ്പം നമ്മളെ ഈ ചതുപ്പായിട്ട് കിടക്കുന്ന സ്ഥലത്ത് വിശാലമായിട്ട് കണ്ടൽച്ചെടി കൊണ്ട് വെച്ചിട്ട് കാര്യമില്ല. അപ്പം അതിന് പറ്റുന്ന സ്ഥലം തിരഞ്ഞെടുക്കണം. വെച്ചാൽ പിടിക്കുന്ന സ്ഥലമായിരിക്കണം. അത് വൈൽഡായിട്ട് വെച്ച് പിടിപ്പിച്ച് കാട് പിടിപ്പിച്ച് കഴിഞ്ഞാൽ അതുകൊണ്ട് പിന്നെ നമുക്ക് അതിൻ്റെ അടുത്തോട്ട് പോലും പോകാൻ പറ്റത്തില്ല. അതൊരു പ്രൊഡക്റ്റീവായിട്ട് എക്കോസിസ്റ്റമായിട്ട് മാറ്റിയെടുക്കുന്നതാണ് ഇവിടുത്തെ മോഡൽ. അത് അവരവരുടെ യുക്തിക്കനുസരിച്ച്. ചില സ്ഥലത്ത് വെറും വനവൽക്കരണമായിരിക്കും വേണ്ടത്, അങ്ങനെ ചെയ്യില്ല. അല്ലാത്ത പുറംബണ്ട് സംരക്ഷിക്കണമെങ്കിൽ അങ്ങനെ. കടലിൻ്റെ തീരം സംരക്ഷിക്കാനായിട്ട് മണലിനകത്ത് സാധനം കൊണ്ടുവച്ചാൽ കിളിക്കത്തില്ല, കമ്പ് കൊണ്ടുവച്ച് കെട്ടി വെച്ചാൽ കിളിക്കത്തില്ല. അങ്ങനെയൊക്കെയുണ്ട്. ഇതൊക്കെയാണ് പറഞ്ഞ് കുട്ടികളുടെ ഇടയിൽ തെറ്റിദ്ധാരണയുള്ളത്. അതൊക്കെ ഒന്ന് മാറ്റണം. സോ നമുക്ക് അങ്ങോട്ട് കാണാം. കുറേ അധികം വർഷത്തെ ഒരു ഗവൺമെൻറ് സർവീസിലൊരു പ്രധാനപ്പെട്ട ഒരു പോസ്റ്റ് നടക്കുന്നത് സാറാണ്. ബാംബു ഡെവലപ്മെൻറ്റ് കോർപ്പറേഷനൊക്കെ നമുക്ക് ഈ മേഖലയിൽ നിൽക്കാവുന്ന വിരലെണ്ണാവുന്ന ആൾക്കാരിൽ അവരോട് സമ്മതിക്കാൻ പറ്റുന്ന വിരലെണ്ണാവുന്ന ആൾക്കാരിൽ ഒരാളാണ്. ഞാനൊരു 10 കാര്യങ്ങളൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം.